ചിന്തിക്കണേ നിങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പാടില്ല. പ്രവാചകരോടുള്ള അനുരാഗം നമുക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു 10 സ്വലാത്തെങ്കിലും ദിനേന ചെല്ലൽ അനിവാര്യമാണ്. മൻ സല്ല അലൈഹി സ്വലാത സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. ഒരു സ്വലാത്ത് എൻ്റെ മേൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 10 നന്മ അല്ലാഹു അവന്റെ മേൽ ചൊരിയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 10 ഗുണം, 10 നന്മകൾ രേഖപ്പെടുത്തും, 10 തിന്മകൾ മായിച്ചു കളയും, 10 പദവികൾ ഉയർത്തുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ഒരൊറ്റ സ്വലാത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു മലക്കിനെ സൃഷ്ടിക്കപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരാൾ എൻ്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മലക്കിനെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ മലക്ക് വന്നുകൊണ്ടാണ് ആ സ്വലാത്ത് എൻ്റെ അടുക്കലേക്ക് എത്തിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട റൗളയുടെ മുന്നിലും ഒരു മലക്ക് സ്ഥിതി ചെയ്യുന്നുവത്രേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന ഒരു ഉമ്മ സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സഹോദരൻ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അറിയാവുന്നതാകുന്ന ഏത് സ്വലാത്തും, ഇബ്രാഹിമിയ സ്വലാത്തും മറ്റേത് സ്വലാത്തുമാകട്ടെ, അതിശ്രേഷ്ഠമായ ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ നീ ചൊല്ലിയാൽ തന്നെ റൗളയിൽ നിലകൊള്ളുന്ന മലക്ക് പറയും, നബിയെ തങ്ങൾക്കിതാ ഇന്നാലിന്റെ മനുഷ്യൻ സലാം പറഞ്ഞിട്ടുണ്ട്, അവൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന് ഞാൻ സ്വലാത്ത് സലാം മടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സലാം പറഞ്ഞവന് സലാം മടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഇവിടുന്ന് സലാം ചൊല്ലിയാൽ നബി തങ്ങൾ അത് മടക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ സലാം കൂടുതൽ അധികരിക്കുക. നബി തങ്ങൾ ഇങ്ങോട്ട് സലാം മടക്കി തന്നാൽ കിട്ടുന്ന നേട്ടം എന്താ? നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നിന്റെ മേൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാകട്ടെ എന്ന് മുത്തുനബി ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതെന്തായാലും പറയും. കാരണം എന്തുകൊണ്ട്? സലാം പറയൽ നിർബന്ധവും, സലാം പറയൽ സുന്നത്തും, മടക്കൽ നിർബന്ധവുമാണ്. അങ്ങോട്ട് പറയൽ സുന്നത്ത്, കേൾക്കുന്നവൻ മടക്കൽ എന്ത് വേണം? നിർബന്ധം. ഇത് പഠിപ്പിച്ചതാരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്തായാലും നമ്മൾ ചെല്ലുന്ന സലാത്തിന് ആര് മറുപടി തരും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരും. ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. കൂടെ മീകായിൽ അലൈഹിസ്സലാം ഉണ്ട്, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഉണ്ട്, അസ്റായിൽ അലൈഹിസ്സലാം ഉണ്ട്. നബി തങ്ങൾ ചോദിച്ചു, എന്തേ പതിവില്ലാതെ ഒരു വിസിറ്റ് നിങ്ങൾ എല്ലാവരും കൂടി? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളുടെ മേലൊരു 10 സലാത്ത് ദിനേന മുടങ്ങാതെ ആരെങ്കിലും ചൊല്ലിയാൽ തീർച്ചയായും ഞാൻ അവനെ സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടത്തുന്ന കാര്യം ഞാനേറ്റു റസൂലേ, ഞാനത് ഏറ്റിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് പറഞ്ഞുവന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കേട്ടുനിന്ന മീകായിൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, തങ്ങളുടെ മേൽ ദിനേന 10 സലാത്ത്, 50 അല്ല, 50,000 1 ലക്ഷമല്ല, 1 കോടിയല്ല, കോടിക്കണക്കിന് സലാത്തുകൾ ചൊല്ലി ചൊല്ലി മദീനയിൽ രാജകുമാരനെ പ്രണയിച്ച അജ്വാ സലാത്ത് ഗ്രൂപ്പിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട്, കാലാമ്പൂര് വന്നു ചേർന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തട്ടെ, 1000 സലാത്തല്ല, കേവലം ഒരു 10 സലാത്ത് ദിനേന ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അവന് ഞാൻ സിറാത്ത് എന്ന പാലത്തിൽ മിന്നൽ വേഗത്തിൽ കടത്തുന്ന കാര്യം ഏറ്റു റസൂലേ. ഇസ്രാഫീൽ മീകായിൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, അവന് ഞാൻ പരിശുദ്ധമാക്കപ്പെട്ടതായ
പവിത്രമാക്കപ്പെട്ടതായ ഹൗദുൽ കൗസറിൽ നിന്ന് നബിയെ തങ്ങൾ കൊടുക്കും പോലെ അവന് ഞാൻ വലിയതാകുന്ന നിഅമത്തുകൾ നൽകും റസൂലേ. അതേറ്റിട്ടുണ്ട് ഞാനെന്ന് ബഹുമാനപ്പെട്ടതാകുന്ന മീകായിൽ അലൈഹിസ്സലാം പറയുകയാണ്. തീർന്നില്ല, ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇവര് രണ്ടുപേരും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കും? നബിയേ, തങ്ങൾ ലോകത്തിന്റെ നേതാവാണ്, ജേതാവാണ്. തങ്ങളെ മേൽ 10 സ്വലാത്ത് ദിനേന ചൊല്ലി വരുന്നതായ വ്യക്തിക്ക് വേണ്ടി നാളെ അള്ളാഹുവിന്റെ അർശിന്റെ മുന്നിൽ ഞാൻ സുജൂദിൽ കിടക്കും. അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല റസൂലേ. അവന് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ നിലകൊള്ളും. തങ്ങളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവന് എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായ നേട്ടം അതാണെന്ന് ഇസ്രാഫീൽ പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ. അസ്റായീൽ അലൈഹിസ്സലാം മാത്രം ബാക്കി നിൽക്കവേ നബി തങ്ങൾ ചോദിച്ചു, നീയോ? അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇവർ 3 പേരും ചെയ്തതുപോലെയല്ല, ഞാൻ ചെയ്യുന്നത് ഒന്നുകൂടി മയപ്പെടുത്തുകയാണ്. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിക്കുന്നത് ഞാനാണ്. നബിയെ, തങ്ങളുടെ മേലെ 10 സ്വലാത്ത് ദിനേന ചെല്ലുന്നവന്റെ ആത്മാവ് വളരെ മയത്തോട് കൂടിയിട്ടല്ലാതെ ഞാൻ പിടിക്കില്ല റസൂലേ. അമ്പിയാക്കൾ ആത്മാവിനെ പിടിച്ചതുപോലെയാണ് ഞാൻ അവരുടെ ആത്മാവിനെ ഊരിയെടുക്കുക എന്ന് അസ്റായീൽ എന്നോട് ഉറപ്പ് തന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പോരെ പെങ്ങളെ, സഹോദര, നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന നേട്ടം എത്രയാണ്? 10 സ്വലാത്ത് മുറുകെ പിടിക്കാൻ സാധിക്കാത്ത വ്യക്തി ആരാണ്? 5 വഖ്ത് നമസ്കാരത്തിന്റെ പിന്നിൽ ഒരു 3 സ്വലാത്ത് വീതം നീ ചൊല്ലിയാൽ തന്നെ എത്ര സ്വലാത്തുകളാണ് അൽഹംദുലില്ലാഹ് നിനക്ക് ദിനേന ചൊല്ലാൻ സാധിക്കുന്നത്? ഈ പറഞ്ഞ എണ്ണത്തേക്കാൾ കൂടുതൽ എത്തിക്കാൻ സാധിക്കും. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും 50 സ്വലാത്ത് ദിനേന ചെല്ലുന്നുണ്ടോ അവന് ഞാൻ നാളെ ഹസ്തദാനം ചെയ്യുമത്രേ. എന്റെ കൈ ഞാൻ അവന് കൊടുക്കും, കൈ ചുംബിക്കാൻ കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബി തങ്ങളുടെ കൈ പിടിക്കാനുള്ള അവസരം, മുസാഫഹത്ത്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഈ കൈ പിടിച്ചാൽ കിട്ടുന്ന നേട്ടം? ഉസൈദ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയി ഉമൈർ റളിയല്ലാഹുവിന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ കൂരിരുട്ടാണ്, പ്രകാശമില്ല. ഇന്ന് പോലെ ലൈറ്റ് സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടമല്ലേ, മരുഭൂമിയിൽ ഇഴജന്തുക്കളുണ്ട്. ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹുവിന് ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, വല്ലാത്ത ഇരുട്ട് വന്നപ്പോ ഞാൻ എന്റെ കൈ ഒന്നൽപ്പമൊന്ന് പ്രകാശിക്കാൻ വേണ്ടി ഒന്ന് നിവർത്തി വെച്ചു. സുബ്ഹാനല്ലാഹ്, എന്റെ കൈ പ്രകാശിക്കുകയാണ്. സ്വഹാബിയായ ഉമൈർ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്വഹാബിയായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഇശാ നമസ്കരിച്ച് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി കൂരിരുട്ടിലൂടെ പുറത്തേക്ക് വരുമ്പോ കൈ അല്പം ഒന്ന് ഉയർത്തി പിടിച്ചു. കൈ പ്രകാശിക്കുകയാണ്, ട്യൂബ് ലൈറ്റായി കൈ നിലകൊള്ളുകയാണ്. ആ പ്രകാശത്തിന്റെ പ്രഭയിൽ ഞാൻ എന്റെ വീട് വന്നണഞ്ഞു. പലപ്പോഴും ഇത് കണ്ടതാകുന്ന കൂട്ടുകാർ ചോദിക്കുകയാണ്, എന്താണ് ഉമൈറേ നിന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത്? ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, മാ മസിസ്തു ബിയമീനി ദക്കരി മുൻദു അന്നി ബയഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പരിശുദ്ധ പ്രവാചകൻ എന്ന പ്രകാശത്തിന്റെ പ്രഭാവലയത്തെ ആ പ്രവാചകന്റെ കയ്യിൽ ഞാനൊന്ന് മുസാഫഹത്ത് ചെയ്തു. പ്രവാചകന്റെ കൈ ഞാനൊന്ന് സ്പർശിച്ചു. പ്രവാചകനെ ഒന്ന് ബൈഅത്ത് ചെയ്തു. നബിയെ, തങ്ങളെ കൊണ്ട് ഞാൻ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പ്രവാചകരുടെ കയ്യിൽ നിന്ന് എന്റെ കൈ ഞാൻ വരിച്ചതിന് ശേഷം ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിലേക്ക്, എന്റെ ലൈംഗിക അവയവത്തിലേക്ക് കൊണ്ടുപോകാതെ എന്റെ വലത് കൈ ഞാൻ സൂക്ഷിച്ചു പോന്നു. കാരണം ഞാൻ സ്പർശിച്ചത് മുത്തുനബിയെയാണ്. ബറക്കത്തുള്ള കൈയല്ലേ, ബറക്കത്തില്ലാതിരിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഞാൻ ആ വലത് കൈ കൊണ്ട് ഇന്ന് വരെ ലൈംഗിക അവയവത്തിൽ കൊണ്ടുപോയിട്ടില്ല. അന്ന് മുതൽ ആവശ്യാനുസരണം എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കാറുണ്ട് എന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമൈർ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. കൈ പ്രകാശിക്കാൻ ആവശ്യത്തിന് എപ്പോഴും ഇല്ല,
കൈ പ്രകാശിക്കാൻ വേണ്ടി നിയത്ത് വെച്ചിട്ട് ഇങ്ങനെ നിവർത്തുമ്പോൾ കൈ പ്രകാശിക്കും. എന്താ കാരണം? ഈ കൈ ആരെ തൊട്ടതാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നിങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്ക്, ബാബുൽ മുസാഫഹത്തി വൽ മുആനഖ, അങ്ങനെ ഹസ്തദാനം ചെയ്യുന്നതിന് വലിയ ഫായിദയുണ്ട്. നമുക്കിപ്പോ അതൊന്നും ഇല്ലല്ലോ, നമുക്കിപ്പോ ഹസ്താനോ ഇല്ല, ഒന്നുമില്ല. എന്ത് കൈക്ക് പിടിക്കും? കൈക്ക് പിടിക്കും. ഉദ്ഘാടനത്തിന് വന്ന ഹണിറോസിനെ കണ്ടായിരുന്നു. ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ മഹാമയാണ് ഹണിറോസ് ഉദ്ഘാടനം. ഹണിറോസ് അതാണിപ്പോ താത്താമാര്, അതാണ് പരിപാടി. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതാണ് പരിപാടി. അവരെ ഒന്ന് കൈക്ക് പിടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഓർത്തടക്കാം, ഉള്ള പ്രകാശം കൂടി കിട്ടുമോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് അമ്പിയാക്കളെ, അവർക്ക് ശേഷം വന്നതായ സഹാബത്തിനെ, അവർക്ക് ശേഷം വന്നതായ താബിഈങ്ങളെ, അവർക്ക് ശേഷം വന്നതായ തബഉ താബിഈങ്ങളെ, ശേഷം വന്നതാകുന്ന അഇമ്മത്തുകളെ, അങ്ങനെ തുടങ്ങിയ ആലിമീങ്ങളെ, വലിയ വലിയ പണ്ഡിതന്മാരെ, അവരെ നേർക്ക് നേരെ കാണുമ്പോൾ നമ്മൾ മുസാഫഹത്ത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം അതാണ്. കാരണം അവരാരെ തൊട്ടിട്ടുണ്ട്? ആലിമീങ്ങൾ, അവർക്ക് മുമ്പുള്ള ജനറേഷൻ ആകുന്ന വലിയ ആലിമീങ്ങളെ, ഔലിയാക്കളെ തൊട്ട കൈയാണത്. അവരോ അതിനു മുമ്പുള്ള ജനറേഷനിലുള്ള വിലായത്തിന്റെ മർത്തബയിലുള്ള വലിയ മഹാന്മാരെ തൊട്ട കൈകളാണ്. അങ്ങനെ അത് നേരെ എത്തിപ്പെടുന്നത് എവിടെയാണ്? ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നബിയെ തൊട്ട കൈ ഇങ്ങനെ തൊട്ട് 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 വരികയാണ്. അതിനൊരു ബറക്കത്ത് കിട്ടും. അതാണ് മുസാഫഹ. മുസാഫഹത്ത് ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. മുസ്ലിമീങ്ങൾക്കേ അതുള്ളൂ, നമുക്കേ ഉള്ളതുള്ളൂ. രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. നമ്മളെവിടെ ചെയ്യും? പെരുന്നാളിൽ അന്ന് പോലും ഇപ്പൊ ഭായിമാരെ ഫ്രണ്ട് സഫി കയറ്റി നിർത്തിയിരിക്കുക. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞു, പെരുമ്പാവൂരുള്ളൊരു ഇമാം, 5 പൈസ പെരുന്നാപ്പൊടിയില്ല. എന്താ? ഫ്രണ്ടി മുഴുവൻ ഭായിമാരാണ് പെരുന്നാളിൽ. ഉമാര് സുബൈക്ക് വന്നിരിക്കുകയാണ്. കാര്യം കഴിയുമ്പോൾ ഉമാരെ വന്ന് മുസാഫ ചെയ്തിട്ട് വന്നു. വല്ലതും ഉണ്ടോ? അതാണ് അവസ്ഥ, പരിതാപകരമായ അവസ്ഥ. ബാക്കി കൗമെല്ലാം പോയി, മുസാഫഹത്തും ഇല്ല, ഒന്നുമില്ല. പണ്ട് മുസാഫഹത്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. ശരിയാണോ അല്ലേ? ആണ്. ചിലർ മുസാഫത്ത് ചെയ്യാൻ പോയില്ല, ആകെ പെരുന്നാളിനാണ് പോയി ഉസ്താദ്മാരെ മുസാഫ ചെയ്യാൻ 100 രൂപ കൊടുക്കുക. 100 രൂപ കൊടുക്കുള്ളൂ. 10ന്റെ 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് കൊണ്ട് കൊടുക്കുക. ഉസ്താദിന്റെ കയ്യിലോട്ട് വിടുമ്പോൾ ഉസ്താദിന് കാര്യമായിട്ട് തടയണം. അപ്പോൾ ഉസ്താദ് ഓർക്കും, ഒന്നോ ഇവനെന്തോ കൂടിയത് തന്നതെന്ന് കരുതി പോക്കറ്റിൽ ഇട്ട് ഹാജിയാരെ പ്രത്യേകം മുസാഫത്ത് ചെയ്ത് ഹാജിയാരെ പേരും അഡ്രസ്സും റൂമിൽ കൊണ്ടിരുത്തി എല്ലാം വാങ്ങിച്ചിട്ട് ഹാജിയാർ പോയി കഴിഞ്ഞിട്ട് ഇത് പോക്കറ്റിൽ നിന്ന് എടുത്ത് എണ്ണി നോക്കുമ്പോൾ ഉണ്ടോ കാള്ള ഹയവാൻ 10ന്റെ 10 നോട്ട്. ആണോ അല്ലയോ? പിന്നെ കൊള്ളാം. എത്ര അനുഭവങ്ങളുള്ളവരായിട്ട് ഇരിക്കുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കുമാറാണ്. അതിന്റെ ഏറ്റവും വലിയ അനുഭവം ഞാൻ തന്നെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മനസ്സിലായിക്കോ. ഞാൻ നീട്ടുന്നില്ല, നീട്ടിയാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സുബൈ വരെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് 50 എണ്ണം ചൊല്ലിയാൽ പരിശുദ്ധ പ്രവാചകർ ഹസ്തദാനം ചെയ്യുമത്രേ. നബിയുടെ കൈക്ക് പിടിക്കണോ? ഡെയിലി എത്ര എണ്ണം ചെല്ലണം? 50 എണ്ണം. 10 എണ്ണം ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം പറഞ്ഞു, 1 എണ്ണം ചെല്ലിയാൽ കിട്ടുന്ന നേട്ടവും ഇപ്പൊ പറഞ്ഞു. എന്നാൽ സൂഫിയാക്കളാകുന്ന ആളുകൾ സ്വലാത്ത് ചെല്ലുന്നവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അയാള് സ്വലാത്ത് ചെല്ലുന്നവനാണെന്ന് പറയണമെങ്കിൽ സൂഫിയാക്കൾ പറയുന്നു ഡെയിലി 300 സ്വലാത്ത് ചുരുങ്ങിയത് ചെല്ലിയിരിക്കണമത്രേ. ഡെയിലി എല്ലാ ദിവസവും 300 സ്വലാത്ത് ചെല്ലുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എന്ത് പറയാവുള്ളൂ? അയാൾ ഭയങ്കര സ്വലാത്ത് ചെല്ലുന്ന ആളാണ് എന്ന് പറയണമെങ്കിൽ എത്ര സ്വലാത്ത് ഡെയിലി ചെല്ലണം? 300 എണ്ണം ചെല്ലണം. സൂഫിയാക്കളുടെ ഭാഷയാണ് ഈ പറയുന്നത്. നമ്മൾ 3 എണ്ണം ചെല്ലൂല. കാരണം കഴിഞ്ഞ് 3 സ്വലാത്ത് ചെല്ലുമ്പോൾ ആചാര്യ വീട്ടിലെത്തിയിട്ടുണ്ട്. പൊരിച്ചമീൻ അയിലേം കൂട്ടി ചോറടിച്ചോണ്ട് വേഗം ഇറങ്ങി ഓടി ആചാര്യ. ദ്വാവില്ല, ഒന്നുമില്ല. 3 സ്വലാത്ത് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അതുപോലെ ചെല്ലാൻ ആളില്ല. എന്നാ ഇതൊന്നും ചെല്ലാത്തവൻ എന്നാ വീട്ടിൽ പോയിരുന്നല്ലോ, അതുമില്ല. ഇതിനൊരു താല്പര്യം വെക്കുന്നേയില്ല. ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലില്ല, ഇല്ലാതായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേല് അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ആ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും അർപ്പിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ കൽപ്പനയുടെ വചനം വന്നിട്ട് പോലും സത്യവിശ്വാസികളായ നമ്മളിൽ പല ആളുകളും അത് ഉൾക്കൊള്ളുന്നില്ല, ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല.
ഖുർആനിൽ കൽപ്പന വന്നിരിക്കുകയാണ്. കൽപ്പനയാണ് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഖുർആനിലെ ഒരു കൽപ്പന ക്രിയ വന്നാൽ അൽ അംറു ഹഖീഖത്തൻ ലിൽ വുജൂബ്, നിർബന്ധത്തെ കുറിക്കുന്നതാണ് എന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മളിൽ ആര് ശ്രദ്ധിക്കുന്നു ഇത്? ഈ കൽപ്പന നിറവേറ്റിയവർ എത്ര പേർ? ഡെയിലി എല്ലാ ദിവസവും നേരത്തെ സൂചിപ്പിച്ച ഒരു 10 സലാത്ത്, 50 സലാത്ത്, ഒരു 100 സലാത്ത്, ഒരു സലാത്ത് പോലും ചെല്ലാൻ നമ്മൾ ബദ്ധശ്രദ്ധ പതിപ്പിക്കാറില്ല. നിസ്കാരത്തിൽ ചെല്ലിയാ ചെല്ലി, അതാണ് അവസ്ഥ. അതുതന്നെ മനസ്സിരുത്തി ചെല്ലാത്തൊരവസ്ഥയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ശരിക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി നല്ല അമലുകൾ നമ്മൾ ചെല്ലണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കരുത്. മുത്തുനബിയെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയാരെ, എനിക്കിഷ്ടമുള്ള ദുനിയാവിലെ 3 വസ്തുക്കൾ ഞാൻ പറഞ്ഞു. ഒന്ന് സുഗന്ധമാണ്, മറ്റൊന്ന് എന്റെ ഭാര്യമാരാണ്, മറ്റൊന്ന് പവിത്രമാക്കപ്പെട്ട നമസ്കാരമാണ്. അലിയെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അലിയാർ തങ്ങൾ പറഞ്ഞു, അസ്സൗമു ഫി സൈഫി വ ഇക്റാമുൽ ലൈഫി വല്ലർബു ബിസൈഫി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ, ഒന്ന് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലാണ്. കാരണം അത് വളരെ പ്രയാസാണ്, ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കുക. രണ്ടാമത്തത് വൈക്കറാമുൽ ലൈഫി, അതിഥി സൽക്കാരം നടത്തലാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നബിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി അലിയാർ തങ്ങളോട് ചോദിച്ചു, അലിയ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഏതാ? മരുമോനാണല്ലോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചത്. അദ്ദേഹം ഉടനെ നല്ല പ്രാസ ഒപ്പിച്ച് പറഞ്ഞു, അസ്സൗമു ഫി സൈഫി വ ഇക്റാമുൽ ലൈഫി വല്ലർബു ബിസൈഫി. നല്ല ചൂടുള്ള കാലത്ത് നോമ്പ് പിടിക്കുക വളരെ പ്രയാസമാണ്. കാരണം എന്താ? പെട്ടെന്ന് നോമ്പ് തുറക്കും. ഇപ്പൊ ഇന്നലത്തെ നോമ്പ് ഉച്ചയ്ക്കൊക്കെ കുറെ പേര് മുഖം കഴിക്കും, വെള്ളം കുടിച്ച് തീമർത്തി പിള്ളേരൊക്കെ അധികം അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി മുഖം കഴുകണം, ഒളു കൊടുക്കുക സുന്നത്താണെന്നല്ലേ, അതുകൊണ്ട് വീണ്ടും ഒളു എടുക്കുക. അങ്ങനെയുണ്ട്. ഇപ്പൊ അതൊക്കെ മാറ്റം വന്നു കേട്ടോ. ഇപ്പൊ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് നോമ്പ് പിടിക്കുന്നവരാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നേരത്തെ വേണ്ട 7-ാം വയസ്സ് മുതൽ കറഞ്ഞാൽ മതി. ചിലർ 3-ാമത്തെ വയസ്സിലെ നോമ്പ് പിടിപ്പിച്ചിട്ട് അനിയത്തിക്കൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കൊടുക്കും, എന്റെ മോൻ നോമ്പ് പിടിച്ചു എന്ന് പറഞ്ഞ്. മകനെ പട്ടിണിക്കിട്ടിട്ട് ഉമ്മ ഗരിമ നടിക്കുന്ന കാലഘട്ടം അതൊന്നും ഇസ്ലാമിലില്ല. 7-ാമത്തെ വയസ്സിലാണ് കുട്ടികളോട് നോമ്പ് പിടിക്കാൻ വേണ്ടി പറയേണ്ടത്. 10-ാമത്തെ വയസ്സിലാണ് നോമ്പ് പിടിച്ചില്ലെങ്കിൽ അടിക്കേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കണേ, ഇതൊരു മസലയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. നബി പറഞ്ഞതാണ്. നമ്മൾ 3-ാമത്തെ വയസ്സിൽ കുട്ടികളെ പട്ടിണിക്കിടുക, എന്നിട്ട് അവന്റെ ദാരിദ്ര്യവും പ്രശ്നം, അവനെല്ലാം പട്ടിണിക്കിട്ടോ, വെള്ളം ചോദിച്ചു കൊടുക്കത്തില്ല, ഇപ്പൊ വാങ്ങുളിക്കുന്നു പറഞ്ഞു കുട്ടിയെ ഉറക്കി ഇടങ്ങേറാക്കി അവസാനം വൈകിട്ടത്ത് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഉണങ്ങി കൊട്ടടയ്ക്കാൻ പോലെ ഇരിക്കുന്ന അവന്റെ മോന്ത് വെച്ച് ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ട് പറയാണ്, എന്റെ മോൻ നോമ്പ് പിടിച്ചു എന്ന്. അനിയത്തിയും നാട്ടുകാരുടെ മുന്നിലൊക്കെ ഗരിമ ഉമ്മാക്ക്, കുഞ്ഞിന് പട്ടിണിയും ദാരിദ്ര്യം. കുട്ടിനെ ഇടങ്ങേറാക്കിയില്ലേ നിങ്ങൾ? ഇതൊന്നും ദീനിലില്ല. ഈ കുട്ടി അപ്പോഴേ കരുതും പടച്ചവനെ, പിന്നെ നോമ്പാന്ന് പറയുമ്പോഴേ അവന് പേടിയാ, ഇതുപോലെ കടക്കേണ്ടി വരുമല്ലോ ചിന്ത. കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുക. നമ്മളൊക്കെ പണ്ട് ചെയ്യാറുണ്ട്. എങ്ങനെ? നമ്മളെയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഉച്ചവരെയൊക്കെ പിടിപ്പിക്കുക, ളുഹർ വരെ. ആ ബാങ്ക് വിളിക്കുമ്പോൾ മക്കളെ നോമ്പ് ഉറപ്പിക്കുക. പിന്നെ കുറച്ചുകൂടെ എത്തുമ്പോൾ അസർ വരെ. അങ്ങനെ അതിനോടൊരു താല്പര്യം കൊടുക്കാം. ഫുള്ളായിട്ട് പിടിച്ചിട്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. ഞാൻ തിരിച്ചു വരുന്നു. ചുരുക്കത്തിൽ ഉഷ്ണകാലത്ത് നോമ്പ് പിടിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആര് പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു. ഇക്റാമുൽ ലൈഫി, അതിഥി സൽക്കാരം എനിക്ക് വലിയ പ്രിയമാണ്. ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് വീട്ടിലില്ല എന്ന് പറയുന്ന ടൈപ്പാകരുത്. അതാണ് അധികം ആൾക്കാർ ഇന്നത്തെ തലമുറയിൽ. എങ്ങനെ? ആചാര്യ അങ്ങോട്ട് വരട്ടെ, എവിടെ വരാൻ? വീട്ടിലോട്ട്. ഞാൻ വീട്ടിൽ ഇന്നില്ല, ഞാൻ എറണാകുളം വരെ പോയേക്കും. അങ്ങനെ പറയാൻ പാടില്ല. പോരേന്ന് പറയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യ, അലി റളിയല്ലാഹുവിന് അത് ഭയങ്കര ഇഷ്ടം. അതിഥി സൽക്കാരം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ആടിനൊക്കെ അറുത്തിട്ട് കുഴിമന്തി വെച്ചു കൊടുത്തേക്കും. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 3-ാമത്തത് വല്ലർബു ബിസൈഫി, യുദ്ധം ചെയ്യുക. ഇസ്ലാമിക ധർമ്മസമരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഒളിച്ചും പാത്തു നിൽക്കാതെ ചാടി ഇറങ്ങി ആവശ്യത്തിന് യുദ്ധം ചെയ്യുക. 3 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അലി റളിയല്ലാഹു അൻഹു. ഞാൻ നീട്ടുന്നില്ല, അവിടെയൊക്കെ വിശദീകരിക്കാൻ ഞാൻ ചുരുക്കി പറയാം. നബി തങ്ങൾ ഉടനെ തന്നെ അടുത്ത മരുമാനെ പിടിച്ചു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
അത് മരുമകനാണല്ലോ. 2 മക്കളെ കെട്ടിയതാണ്. ചോദിച്ചു, ഉസ്മാനെ മാ ഹുബ്ബിബൈലിയ മിൻ ദുനിയാക യാ ഉസ്മാൻ, നിനക്ക് ഈ ദുനിയാവിൽ നിന്ന് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഇശ്ബാഉൽ ജായി, വിശന്ന് വലഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലേ. ദാഹിച്ച് പരവശനായി മരുഭൂമിയിലൂടെ നടക്കുന്ന വ്യക്തികൾക്ക്, അത് ഇഴജന്തുക്കളായിരുന്നാലും കാലികളായിരുന്നാലും ഇരുകാലികളായിരുന്നാലും നാൽക്കാലികളായിരുന്നാലും അവർക്കെല്ലാം വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കൽ എനിക്ക് രണ്ടാമതായി പ്രിയമുള്ളതാണ്. മൂന്നാമത്തത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വസ്ത്രമില്ലാതെ വിവസ്ത്രനായി മരുഭൂമിയിലൂടെ നടക്കുന്ന പാവങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചവൻ ഉടുപ്പിച്ചു കൊടുക്കലാണ് എനിക്ക് മൂന്നാമതായി പ്രിയമുള്ളത്. വിശന്ന് വലഞ്ഞവൻ ആഹാരം കൊടുക്കുക, ദാഹിച്ച് പരവശനായവന് നല്ലതുപോലെ ദാഹം ശമിപ്പിക്കും വരെ വെള്ളം കുടിപ്പിച്ച് വയറ് വീർപ്പിക്കുക. ഇർവ എന്ന് പറഞ്ഞ അങ്ങനെയാണ്, വയറ് സംതൃപ്തിയാക്കുക. ഒരാൾക്കും 1000 രൂപ കൊടുത്താലും സംതൃപ്തിയാവൂല. അതേസമയത്ത് 1000 വേണ്ട, ഒരു 100-150 രൂപയ്ക്ക് നല്ല ഊണ് വാങ്ങിച്ച് വയറ് നിറച്ചു കൊടുത്താൽ നല്ല റാഹത്താണ്. അത് പലരും ആരും ചെയ്യാറില്ല. നമ്മളൊക്കെ റോഡിൽ നിൽക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് പറയും, എല്ലാം തരണേ. ഉടനെ നമ്മൾ പൈസ എടുത്ത് വീശാണ്. അവനെ അടുത്ത കടയിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ചായയും കടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു നോക്ക്, ഭയങ്കര റാഹത്തായിരിക്കും. അയാൾ വൈകുന്നേരം വരെ ഇന്ന് യാചിക്കുന്നതിൻ്റെ ഒരു സുഖവും നിനക്ക് കിട്ടുന്ന പ്രാർത്ഥനയുടെ സുഖം ഒരുപോലെ ആവൂല. മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ എഫക്റ്റ് നിനക്കാണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ ധൃതി പിടിച്ച് ഓടുകയാണ്. 10 മിനിറ്റ് അതിന് സമയം കണ്ടെത്തും. അവനെ കാണുമ്പോൾ തന്നെ അറിയാലോ. ചിലർ ചായ ചോദിക്കും, ചായ കുടിക്കാനാണ് 2 രൂപ വരുമോ? പണ്ട് ചോദിച്ചോണ്ടിരുന്ന ടീം ഇപ്പം അത് മാറ്റി 10 ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ 10 രൂപ എടുത്തിട്ട് അവന് കൊടുക്കാതെ ചിലർ പറയും, എന്നാ ചായ കുടിക്കാന്ന് പറയുമ്പോൾ പറയാം പൈസ കാരണം അടിക്കാനാന്നപ്പം മനസ്സിലായി കാണും. അങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചോണ്ട് പോവാ, ഹാജിയാരെ കടയിൽ കയറി നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചോ, ഇപ്പൊ വാങ്ങിച്ചു തരാന്ന് പറയുമ്പോൾ ഇപ്പൊ കുടിച്ചോളാം, കൈസ തന്നാൽ മതി, ഞാൻ പിന്നെ കുടിച്ചോളാം, പിന്നെ അടിച്ചോളാം, അതാണ് പറയുന്നതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കണമല്ലോ, 2 വശമുണ്ട്. അപ്പൊ നോക്കിയും കണ്ടും ചെയ്യണമെന്നർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാലും ചെയ്തു കൊടുക്കണം, അത് നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തിരിപ്പുണ്ട്. ചോദിച്ചു, യാ ഉമറോ മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ ഉമറോ, ഉമറേ നിനക്കെന്താണ് പ്രിയമുള്ളത്? ഉമറേ പറയൂ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരി വൽ ഖിയാമു ബി അംരില്ലാഹ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നന്മ കൽപ്പിക്കലാണ്, 2 തിന്മ വിരോധിക്കലാണ്, 3 ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ നടപ്പിൽ വരുത്തലാണ്. എനിക്കിഷ്ടമുള്ള 3 കാര്യങ്ങൾ: 1 ജനങ്ങളോട് നന്മ കൽപ്പിക്കുക, 2 തിന്മ വിരോധിക്കുക, 3 അള്ളാഹു ദീനിൽ പറഞ്ഞിട്ടുള്ള സർവ്വകാര്യങ്ങളും നടപ്പിൽ വരുത്തുക. എല്ലാ കാര്യവും അതാണ് എനിക്കിഷ്ടപ്പെട്ട 3 കാര്യം. ഇനി നാലാമത്തെ ആളിലേക്ക് വരികയാണ്. ആരാ പറയും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് നമ്മുടെ കഥാനായകൻ. അതാ കേട്ടോ, വിഷയം തീരാൻ പോവാ, ശരിക്കും ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അബൂബക്കർ. അബൂബക്കറേ എന്നോടൊപ്പം സദാസമയവും നിലകൊള്ളുന്ന അബൂബക്കറേ, നിനക്കെന്താണ് ഏറ്റവും പ്രിയമുള്ള വസ്തു? ഒന്ന് പറയുമോ അബൂബക്കറേ, പറയുമോ അബൂബക്കറേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടുകാര് പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കേട്ടിട്ട് പോലും അതിനോടൊന്നും തുലനം ചെയ്യാത്ത മറ്റൊരു വിഷയം വിളിച്ചു പറയുകയാണ്. ആദരവായ പ്രവാചകന്റെ മുഖത്ത് നോക്കി തുറന്നടിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ള വസ്തു ഏതെന്നറിയുമോ? അന്നളുറു ഇലാ വജ്ഹിക,
തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും പ്രിയമുള്ളത്. ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു, ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് അന്നളറു ഇലാ വജ്ഹിക, തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട പ്രഭയുള്ള മുഖം, ആ മുഖകമലത്തിലേക്ക് നോക്കി സായൂജ്യമണിയലാണ്. തീർന്നില്ല വജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക, അവസരം കിട്ടുമ്പോൾ പോയി ജോലി ചെയ്യുക, ജോലിയെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടുവന്ന് തങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുക. എന്റെ ആവശ്യം പൂർത്തീകരിക്കലല്ല എനിക്കിഷ്ടം, തങ്ങളുടെ ആവശ്യം എന്താണോ, തങ്ങൾക്ക് എന്താണ് പ്രിയമുള്ളത് അത് വാങ്ങാൻ വേണ്ടി പാവപ്പെട്ട അബൂബക്കറിന്റെ സമ്പാദ്യം മുഴുവനായും നൽകും റസൂലേ, പരിപൂർണമായി നൽകും ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തീർന്നില്ല വത്തവസ്സുലു ബിഖറാബതിക, തങ്ങളോടുള്ള കുടുംബ ബന്ധം ചേർക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ മകളാകുന്ന ആയിഷയെ തങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നത്. തങ്ങളുമായിട്ടുള്ള ബന്ധം വെച്ച് നിലകൊള്ളാൻ, നാളെ ആഖിറത്തിലേക്ക് ആ ബന്ധം ഉപകരിക്കുമെന്നുള്ള ചിന്ത എന്റെ മനോമുഖരത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ആയിഷ എന്ന പൊന്നുമോളെ തങ്ങളുടെ കൈവശത്തേക്ക് ഞാൻ പിടിച്ചേൽപ്പിച്ചത് മറ്റൊരു ലക്ഷ്യവുമല്ല, ദുന്യവിയായ ലക്ഷ്യമല്ല റസൂലേ, ആഖിറമാണ് റസൂലേ, ആഖിറമാണ് റസൂലേ. തങ്ങൾ മാത്രമാണ് എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ളത്. ചിന്തിക്കണേ കാലാമ്പൂരിലുള്ള സഹോദരങ്ങളെ, എറണാകുളം ജില്ലയിലെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അജ്വാ സലാത്തിലൂടെ കോടിക്കണക്കിന് സലാത്തുകൾ ചൊല്ലി മദീനയിലെ രാജകുമാരന്റെ പ്രണയം ഏറ്റുവാങ്ങാൻ വേണ്ടി ഹൃദയം തുടിച്ചു നിൽക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, നിന്റെ ഹൃദയത്തിലേക്ക് ഇടിമുഴക്കമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത നിന്റെ മനോമുഖരത്തിലേക്ക് വരട്ടെ. നമ്മുടെ ഹൃദയത്തിലും ചിന്ത പരിശുദ്ധ പ്രവാചകരെ ഒന്ന് നേർക്ക് നേരെയൊന്ന് കാണലാണ്. എത്രയെത്ര മഹാന്മാര് കണ്ടുപോയി, സർവ്വ അമ്പിയാക്കളും കണ്ടുപോയി, സർവ്വ ഔലിയാക്കളും കണ്ടുപോയി, സർവ്വ ഇമ്മത്തുകളും കണ്ടുപോയി. എത്രയെത്ര സാലിഹീങ്ങളാകുന്ന ഉസ്താദുമാർ, എത്രയെത്ര ഉമറാക്കൾ, എത്രയെത്ര പാവപ്പെട്ട സജ്ജനങ്ങൾ, എത്രയെത്ര ഉമ്മമാരാണ് വിശുദ്ധമായ തിങ്കളാഴ്ച രാവും പവിത്രമാക്കപ്പെട്ടതാകുന്ന വെള്ളിയാഴ്ച രാവും സലാത്ത് ചൊല്ലി 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 മദീനയിലെ രാജകുമാരനെ കണ്ടത്. കാണണമെങ്കിൽ ചെറുപ്പക്കാരാ, നീ നിന്റെ സിനിമ കാണൽ ഒഴിവാക്കണം. മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണൽ പാടെ നിർത്തണം. നിന്റെ കൈകൾ സുരക്ഷിതമാകണം. WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് രാത്രിയിൽ കണ്ണു നട്ടിരിക്കുന്ന പ്രവണത നീ പരിപൂർണമായി ഒഴിവാക്കണം. ഇൻസ്റ്റഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ എന്ന് വേണ്ട സോഷ്യൽ മീഡിയയുടെ വിവിധ തരങ്ങളിലൂടെ, ആപ്പുകളിലൂടെ ഹറാമാകുന്ന നോട്ടവും കാഴ്ചയും സംസാരവും പെങ്ങളെ നീ നിർത്തൽ നിർബന്ധമാണ്. നിന്റെ ഭർത്താവ് അറിയാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായിട്ടുള്ള ചാറ്റിംഗ് ഇല്ലയോ, ആ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി വിരിപ്പ് വിരിച്ച് കൊടുക്കലില്ലയോ, എല്ലാ അശ്ലീലതകളും പരിപൂർണമായി ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിന്റെ മാസമാണെന്ന് മുത്തുനബി മുഖേന പഠിപ്പിച്ചതായ റബ്ബിന്റെ മാസമാകുന്ന പവിത്രമായ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അല്ലാഹുവേ, പടച്ച റബ്ബേ, കള്ളു കുടിച്ചു പോയി അല്ലാ, വ്യഭിചരിച്ചു പോയി റബ്ബേ, സിനിമ കണ്ടുപോയി അല്ലാ, സീരിയൽ ദർശിച്ചു പോയി അല്ലാ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയി റബ്ബേ, അശ്ലീലമാക്കപ്പെട്ട റീൽസുകൾ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സമയങ്ങളെ ചെലവഴിച്ചു അല്ലാ, ടിക്ടോക്കിലായിക്കൊണ്ട് എന്റെ ജീവിതത്തെ ഹനിച്ചു കളഞ്ഞു റബ്ബേ. ഖുർആൻ ഓതാനുള്ള അവസരം ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു അല്ലാ. ദിക്ർ ചൊല്ലാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. മഅദിനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അജ്വാ സലാത്തിലൂടെ കോടിക്കണക്കിന് സലാത്തുകളെ ചൊല്ലി തീർക്കാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, വർഷങ്ങളായ അവസരമുണ്ടായിട്ടും കൂട്ടുകാരൊക്കെ അതിൽ പ്രാമുഖ്യം കാണിച്ചിട്ടും താല്പര്യമില്ലാതെ പിറകോട്ട് വലിഞ്ഞു മാറി നിന്നവരെ, ഒരു വർഷം കൊണ്ട് 313 കോടി സലാത്തിലേക്ക് നമുക്കൊന്ന് എത്തിപ്പെടാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഈ ഒരൊറ്റ മജ്‌ലിസിലൂടെ ഉണ്ടായി തീരണം. അല്ലാഹുവേ, പടച്ച റബ്ബേ, അതിന് നീ തൗഫീഖ് നൽകണേ നാഥാ. എല്ലാ മോശപ്പെട്ടതാകുന്ന സ്വഭാവ വൈകല്യ
വൈകല്യങ്ങൾ മാറ്റി ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് പാരത്രിക ലോക വിജയത്തിന് വേണ്ടി നീ നിന്റെ ജീവിതത്തെ കൊണ്ടു നടക്കണം. നിന്റെ നമസ്കാരങ്ങൾ ചിട്ടവെക്കണം, നിന്റെ നോമ്പുകൾ ശ്രദ്ധയാകർഷിക്കണം. വിശുദ്ധമായ ശഅബാൻ നിന്റെ മുന്നിൽ കടന്നു വരുകയാണ്. ഈ ശഅബാൻ മാസത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട സലാത്തിന്റെ വിപ്ലവം അല്ലാഹു തീർത്തത്. ഇന്നല്ലാഹു വ മലായികത്തുഹു തുടങ്ങുന്ന അഹ്സാബ് സൂറത്തിലെ 56-ാമത്തെ ആയത്ത് ഇറങ്ങിയത് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. പ്രവാചകരുടെ മാസമാണ് ശഅബാൻ. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് പരിശുദ്ധ പ്രവാചകൻ സ്വന്തത്തിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്. അതുകൊണ്ട് ആ മാസത്തെ വരവേറ്റുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള മനസ്സിൽ ചെറുപ്പക്കാരാ, സഹോദര സഹോദരി നീ നിലകൊള്ളണേ, ആഖിറത്തെ സമ്പാദിക്കണേ. ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തനങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആ പ്രവാചകരെ ഒന്ന് സ്വപ്നത്തിലും ഉണർവിലും കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ.